വീട്ടിൽ കയറി. എന്നാലും നമ്മൾ കോട്ടക്കൽ എക്സ്പോ പോയതാട്ടോ. അപ്പം ഞങ്ങൾ കോട്ടക്കൽ എക്സ്പോയാണ് വീട്ടിൽ കേട്ടോ. അപ്പം നമുക്ക് കോട്ടക്കൽ എക്സ്പോൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പം പിന്നെ നമ്മൾ കയറിട്ടോ. കയറിയൊക്കെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ബന്ധുവിളി ചേട്ടന്മാർ തരണുണ്ട് കേട്ടോ. അവിടുത്തെ ഒരു കാക്ക തരണുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളതാ ബന്ധുവിളി മേടിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ബന്ധുവിളിക്ക് കളിക്കട്ടോ. അപ്പം ഞങ്ങൾ മുട്ടായി മേടിക്കുക. മുട്ടായിയൊക്കെ മേടിച്ച് നമ്മൾ ഇതിൻ്റെ ഇതിൽ കയറിട്ടോ. പിന്നെ ഞങ്ങൾ കയറി ഫോട്ടോസ് എടുക്കാം. അപ്പം ഞങ്ങൾ ഫോട്ടോസ് എടുത്താണ് കേട്ടോ. എടുത്ത് ഇത് കറങ്ങനെ കേട്ടോ കുറച്ച്. അപ്പം പിന്നെ ഞങ്ങൾ ഇതിന് കയറി ഉമ്മച്ചിൻ്റെ ഫോൺ കറങ്ങാട്ടോ. അപ്പം ഞങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ പറ്റിട്ടോ ഇതിന്മേൽ കറങ്ങാൻ. കണ്ടെടുത്തുന്ന ഒരു കാക്ക നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞാൻ വലിയ മോഡലും നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കറങ്ങാൻ. ഞാൻ വിചാരിച്ച ഫോണിക്ക് തല കറങ്ങുന്നു. എനിക്ക് തല കറങ്ങുന്നുണ്ട്, ഫോണിക്കും കറങ്ങുന്നുണ്ടാവും. പിന്നെ അത് ഉമ്മച്ചിൻ്റെ ഫോണാട്ടോ അത് കറങ്ങുന്നത്. നല്ല രസമുണ്ട് കറങ്ങുമ്പോൾ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ ഇങ്ങനെ ചെയ്യാനൊക്കെ. എന്തൊരു രസമാണ് ഇങ്ങനെ ചെയ്യാൻ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ചെയ്തവർ കമൻറ്റിൽ പറയണേ. നമ്മൾ അത് എടുത്ത് കഴിഞ്ഞു. പിന്നെ എന്താ ഞങ്ങളെ ഇറങ്ങാണ്. അപ്പം പിന്നെ ബനൂരിൽ പറത്ത് പോയിട്ട് കുറേ കുട്ടികൾ പോയപ്പോൾ ഇമ്മച്ചി ഞങ്ങൾക്ക് ബനൂരിൽ ടൈമിൽ കെട്ടി തന്നിട്ടോ. അപ്പം പിന്നെ നമ്മൾ ഇതാ അങ്ങനെ അപ്പം പിന്നെ ഞങ്ങളിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാട്ടോ. ചിലപ്പെങ്കില്ലേ കുറേ നടക്കാണ്ടാവുന്നു പെച്ചി പറഞ്ഞിട്ടോ. അപ്പം പിന്നെ അവിടുന്ന് ഒരു കാക്ക കോപ്പിക്കാൻ വിട്ടാൽ ഞങ്ങൾക്ക് 3 തന്നിട്ടോ. 3 എന്നൊക്കെ പറയും. അതൊക്കെ എടുത്ത് ഭാഗ്യത്തേക്ക് ഞാൻ പാൻറ് ഇട്ടത് നന്നായിട്ടോ. അല്ലെങ്കിൽ ഞാൻ പാൻറ്റിക്ക് പോക്കറ്റൊക്കെ വെച്ചിരുന്നു. പിന്നെ ഞാനും അതിന് 3 എടുത്ത് ഇട്ടോ. ചേട്ടപ്പൻ പറഞ്ഞ് എത്ര എടുത്തോ? ഞാൻ ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് എടുത്ത് വെച്ചറിഞ്ഞ. പിന്നെ ഞങ്ങൾ ഈ സോഫയ്ക്ക് പോയിരിക്കലുണ്ട് തുടങ്ങി. അതിന് സ്വിച്ച് ഇതാക്കാൻ പറ്റും. അതിന് സ്വിച്ച് നോക്കി അങ്ങനെ കാലം ഇങ്ങനെ പൊന്തിട്ടു. അതൊരു കുട്ടീൻ്റെ പൊന്തിക്കിട്ടു. ഞാൻ കണ്ടത് എങ്ങനെയാണ്. അതാണ് ഞാൻ ഇങ്ങനെ ആവണ്. പിന്നെ നമ്മളതാ പോണ്. ആ പിന്നെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബെഡിൽ ഇതാക്കിട്ടോ. ബെഡ് കണ്ടിട്ടോ. അപ്പം പിന്നെ നമ്മൾ ഇതാ ഇങ്ങനെ ഇതാവട്ടോ. ബെഡ് ഞാൻ അതിലുണ്ട ബെഡിലുണ്ട് എഴുതിന്ന്. ഞാൻ തൊട്ടൊക്കെ ചെയ്തിട്ടോ. ഞാൻ എന്തായാ പക്ഷെ കുറേ കുട്ടികൾ ബെന്നൂരിൽ കൊണ്ടുപോയിരിക്കുന്നത്.
പിന്നെ ഞങ്ങൾ മറ്റേ ഷോപ്പിങ്ങിന് പോയാൽ നിങ്ങൾ കാണൂല, മാൾക്കൊക്കെ പോയാൽ കണ്ണിൽ വെക്കുന്ന അങ്ങനത്തെ ഗെയിംസ് അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടാ ഇവിടേക്ക് വന്നപ്പോൾ. നല്ല രസമുണ്ടായിരുന്നു ചെയ്യാൻ. അപ്പം നമ്മൾ അതിനെ ചെയ്യട്ടോ. ഫസ്റ്റ് എത്താക്കാട്ടോ പിത്ത പലതും കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഇത്ത കാണുന്നതൊക്കെ എനിക്കും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എനിക്കും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും വേണമെങ്കിൽ കാണട്ടോ. അപ്പം ഇതാണ് അവൾ കാണുന്നത്. അപ്പം പിന്നെ ഇത്താൻ്റെ ഒരു ഇനി ഞാനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചെയ്യാണ്. ഞാൻ ഇങ്ങനത്തൊക്കെയാണ് കാണുന്നത്. അടുക്കളൻ്റെ ഇനങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നിങ്ങളാരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും പോയപ്പോൾ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നു. എപ്പോഴെങ്കിലൊന്നും നമ്മളിങ്ങനത്തെ സ്ഥലത്തേക്ക് പോവാറില്ല കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞ് അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു ഞങ്ങളോട്. പിന്നെ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ കണ്ടത് പറയാനിട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇത്താൻ്റെ ഡ്രസ്സുമായി വെച്ചൊടിക്കാനിട്ടാ. ഇത്ത വെച്ച് ടോപ്പ് ഇത്താൻ്റെ ഡ്രസ്സുമേ ഇട്ട് വെച്ചത്. പക്ഷെ ആയില്ലെങ്കിൽ ഞങ്ങളും പറയല്ലോ കേട്ടോ. അപ്പം ആ കാക്ക പറഞ്ഞു ഇത്ത താവണ്ടാന്ന് കേട്ടോ. അത് നിഹക്കുട്ടിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ കാക്ക പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പറയൂ കേട്ടോ. ഇപ്പം ഞങ്ങൾ പിന്നെ പറയാൻ തുടങ്ങിട്ടോ. അപ്പം പിന്നെ നമ്മൾ പറയാൻ തുടങ്ങി. ഞാനും പറയുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പം ഞങ്ങളിത് ഇങ്ങനെ പറയാണ്. എനിക്ക് നല്ലത് ഇഷ്ടപ്പെട്ടിട്ടോ. അല്ല ഇട്ട പറയാണ്. അപ്പം ഞാനും അങ്ങനെ പറഞ്ഞു. അടുക്കള കണ്ടു, പിന്നെ ഡൈനിങ് ഹാള് കണ്ടു, റൂം കണ്ടു. അതൊക്കെ കണ്ടിട്ട് ഞാൻ പിന്നെ ഇത്ത പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ ഇത്തങ്ങനെ പറയാനൊന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പം വെച്ച് പറയുന്നതൊക്കെ തന്നെ പറഞ്ഞിട്ടോ. പിന്നെ ഞങ്ങൾ സ്വിമ്മിങ് പൂള് കണ്ടിട്ടോ. എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നുന്നു. നമുക്കൊരു ലോറി വിളിച്ച് കൊണ്ടുപോയാലോ? പക്ഷേ അതും പറ്റില്ല. നമുക്ക് വീട്ടിൽ വീട്ടിൽ സ്വിമ്മിങ് പൂള് മേടിച്ചിട്ട് എന്താക്കാം, കുളിക്കാം. അതാപ്പം നല്ലതല്ലേ. അതപ്പോൾ എന്ത് കാട്ടാനാ മക്കളെ. ഇപ്പം ഞങ്ങളെല്ലാവരും കണ്ടിട്ടോ. ഇനിയിപ്പോൾ വെച്ചൊക്കെ കണ്ടിട്ടോ. നിങ്ങൾക്ക് കാണണോ? ഇതൊക്കെ കണ്ടോളി. വെള്ളം ചാടണം കണ്ടോ.
പിന്നെ അവിടെ ലൈറ്റും ഉണ്ട് കേട്ടോ. കുളിക്കാൻ തോന്നി. പിന്നെ ഞങ്ങളിത് കറക്റ്റാണ് കേട്ടോ. ഞാൻ പറയുന്ന അതിലാവണം, എന്നാലേ അല്ലേ അത് ഇതാവുള്ളൂ. പക്ഷേ ഇതല്ല കേട്ടോ, ഇത് വേറെ. ഞങ്ങൾ വെറുതെ കറക്കി കളിക്കണം കേട്ടോ. എൻ്റെ പെണ്ണുള്ളൂടെ അത് മേലെത്തിയിട്ടുണ്ടോ? അതാ ഇപ്പുറത്തെ സീറ്റിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണം. ആ പൊടിക്കുന്ന ആവശ്യമില്ല, കൈമ കിട്ടിയിരിക്കണം. അപ്പം പിന്നെ നമ്മള് ഇങ്ങനെ കറക്കിക്കൊണ്ട് ഞാനൊന്ന് പറഞ്ഞിട്ടോ, അത് ഇതിൽ വന്നിങ്ങനെ അത് ഇതിൽ വന്ന സമ്മാനമൊക്കെ കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ലടോ, ഞങ്ങൾ തോറ്റുപോയി. എനിക്ക് ഭയങ്കര സങ്കടമായി. എന്താ ഗിഫ്റ്റ് കിട്ടാത്തില്ലേ? ചേച്ചിയോർക്കേ ഗിഫ്റ്റ് കിട്ടും, ചിലർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ലേ. ഞാൻ ഇന്നുണ്ടാവുന്നിട്ടുള്ളത് ഇതേ വരെ വന്നിട്ടില്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ വരുന്നത് കേട്ടോ. ഞാൻ സ്വത്ത് ഇതാക്കിട്ടോ, നീ അതാക്കിട്ടോ. പിന്നെ ഞങ്ങൾക്ക് ബോള് തന്നോ? താങ്ക് യു. മൂന്നാൾക്കും കിട്ടി. ഒരു കടയിൽ നിന്ന് തന്നതാ. പിന്നെ ഞാൻ അതാ പോകുന്നു. എനിക്കും നല്ല ഇഷ്ടം. പിന്നെ ഞങ്ങൾ ഒരു ഇതിൽ കയറിയപ്പോൾ ആ ജനൽ കൂടി ചിലപ്പോൾ കള്ളൻ കയറും. പിന്നെ ഞാൻ ഇതിൽ കയറാട്ടോ. അപ്പോൾ ഈ കണ്ട ഓട്ടാൻ തോന്നുന്നു. പക്ഷെ ഞാനത് തുറന്ന് കണ്ട് ഇനി പൂട്ടഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് നിൽക്കാം. ചേർന്ന് ഓണൊക്കെ ഉണ്ടാകുന്ന ലൈറ്റ് ഓണാക്കിയല്ലേ, അതിന് ഒരു സ്വിച്ച് ഉണ്ട്, അതൊക്കെ ഓണാക്കിയാൽ വണ്ടി അതാ പോണ്. ഞാൻ പിന്നെ അതാണ്ട വീട്ടിലും കൊണ്ടുപോകും. അതാ അപ്പം നല്ലത്. എനിക്കത് വീട്ടിൽ കൊണ്ടുപോയാൽ പോരുന്ന. പിന്നെ കുറേ ഫോട്ടോ എടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ അയക്ക് കയറാൻ പോവുകയാണ്. ഇനിയിപ്പോൾ കയറാൻ അപ്പച്ചനോട് സമ്മതം ചോദിച്ച് ഇപ്പച്ചറിഞ്ഞ് കയറിക്കോന്നിട്ടാ. ഫസ്റ്റ് ഞാൻ കയറി. അവർ പറഞ്ഞു പിന്നെ കയറണ്ട. പിന്നെ ഞാൻ മാത്രം കയറിട്ടോ. പിന്നെയാണ് എല്ലാവരും കയറിയതിട്ടോ. ഞാൻ അതാ നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഇത്തതാ പിന്നെ സ്വത്ത് അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കീയാൻ തുടങ്ങി. പക്ഷെ അതിൽ കീയുമ്പോഴേ ചാടി കുഞ്ഞ് അങ്ങനെ ഇങ്ങനെയാണ് കീയ. നല്ല രസമുണ്ട്. ഞാനതാ വീണിട്ടുണ്ടാവും. ഞാനതാ ഇനിയിപ്പോൾ കയറിപ്പോയി. ഞാൻ കുറച്ച് നേരം ചാടി കഴിഞ്ഞിപ്പോൾ കയറും. ഏതൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വീകുന്നുണ്ട്. എല്ലാവരും പക്ഷെ ചാടി കളിക്കുന്നതുകൊണ്ടില്ല എനിക്കിതാവാൻ പറ്റില്ലടോ. അപ്പം ഞാൻ ഇന്ന് ഇറങ്ങിന് 10 എന്നുള്ള സാധനം വാങ്ങണം. നമുക്ക് വാങ്ങാം. അവിടേക്ക് തന്നെയാണ് ഞങ്ങൾ പോണിട്ടാ. തിന്നാൾ സ്ഥലത്തൊക്കെ അടിപൊളി സാധനം തിന്നാൻ എൻ്റെ മക്കളെ. പക്ഷെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത് വിജയമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനിപ്പോൾ ഏതെടുക്കാം? നിങ്ങളെ കണ്ടില്ല ഒരു ചോക്ലേറ്റ്, ആ ബ്രൗൺ, ഞാൻ അതെടുക്കാം. അതാപ്പം നല്ലത്. അപ്പം ഞാൻ അതെടുത്തു. അത് ഉണ്ടാക്കുന്ന എല്ലാവരും മേടിച്ചിട്ടോ. നല്ല ടേസ്റ്റുള്ളതുകൊണ്ട് ഇക്കാണെങ്കിൽ 2 വട്ടം മേടിച്ച്. അപ്പം ഇന്ത്യയിൽ കുറഞ്ഞിട്ടോ. അപ്പം പിന്നെ ഞാൻ ഇതൊക്കെ 2 വട്ടം കൊടുത്തിന്ന് കേട്ടോ. അതിപ്പോൾ ഈ വീഡിയോയിലുണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ പിന്നെയും കൊടുത്താക്കിയോണം. പിന്നെ എൻ്റെ ലാസ്റ്റ് കെയിനാണ്. പിന്നെ ഞാൻ മത്തങ്ങ അവലും മിൽക്ക് നല്ല ടേസ്റ്റ് കേട്ടോ.
ജ്യൂസാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഐസ്ക്രീം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത്തുണ്ടെന്ന് ചോദിച്ച് അവൾക്ക് ഞങ്ങളിത് മേടിക്കണമെങ്കിലൊക്കെ വേണ്ട. എന്താണ് അവൾ ഇങ്ങനെ മാറാ? പിന്നെ ഞങ്ങളിങ്ങനെ തിന്നോണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കട്ടോ. പിന്നെ അമ്മച്ചിയും പെച്ചിയില്ലേ ഫുഡ് വാങ്ങിട്ടോ. അതിന് ഞാനും തിന്നാലോ, എനിക്ക് കൊതി കൂടും കേട്ടോ. അപ്പം ഞാനും തിന്നാന്ന് വിചാരിച്ചു. ഞാനൊന്നും തിന്നട്ടെ. പിന്നെ ഞങ്ങൾ തിന്നാൻ തുടങ്ങി. അല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടോ. പിന്നെ ഞാൻ പാട്ടാടട്ടോ. സീറ്റോടെ തൊട്ട് റാപ്പടി തീപ്പടി ചെട് മൂട്ടിയിലുണ്ടായിരുന്നു. നേരെ കൊണ്ട് പാത്തിരി കാറ്റടി ചവനാത്തിരി കമ്പിത്തിരിയിലാത്തിരി തീപ്പടിച്ചിട്ട് ഉല്ലാസപ്പൂത്തിരി പച്ച ബാഷ്കാരി മച്ചം മല്ലയാളി ദുഷം മുതലാളി മത്യം മേർഷ്യാരി വായെടുത്തിട്ട് കാൽപ്പിക്കാരി ബാക്കെടുത്തിട്ട് കാൽപ്പിക്കെത്തി ഓരെടുത്തിട്ടാടി ടോക്ക് എടുത്തിട്ട്. പിന്നെ ഞങ്ങൾ പാട്ടാടാൻ ഒരു കാക്കനോട് ചോദിച്ച്. പിന്നെ പറഞ്ഞു പഠനം. അപ്പം ഞാനും മെച്ചിനോട് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പാട്ടാടിയിട്ടൊന്നും കൂടി. സീറ്റെല്ലാം റാപ്പടിച്ചപ്പോൾ തീപ്പടിച്ച് മൂട്ടിലുണ്ട്. നേരെക്കൊണ്ട് ഒഴിവാത്തിരി കാറ്റടിച്ചപ്പോഴാത്തിരി കമ്പിത്തിരിയിലാറ്റത്തി തീപ്പടിച്ചത് ഉല്ലാസപ്പൂത്തിരി പച്ച ബാറ്റ്സ്കാരി മച്ചം മല്ലയാളി ദുഷം മുതലാളി മത്യം വേർഷ്യാരി വായെടുത്തിട്ട് കൽപ്പയാരി വാക്കെടുത്തിട്ട് കൽപ്പയ്ക്കെത്തി പോയെടുത്തിട്ട് രാജരാരി തോക്കിയെടുത്തിട്ട് നിമിഷത്ത് വേറെ തിരുദേശത്ത് വേറെ. അപ്പം പിന്നെ ഞാൻ പാടിക്കൊണ്ടിരിക്കാണ് കേട്ടോ. ഇതെന്താ തീരാത്തി? സീറ്റോട് തൊട്ടു തീപ്പട്ടിച്ചിട്ട് മുട്ടിലുണ്ട്. നേരെ കൊണ്ടൊരു ബത്തിരി കാറ്റടിച്ചപ്പരാത്തിരി കമ്പത്തിലിരാത്തിരി തീപ്പട്ടി മത്തിമോർശാരി വായെടുത്തിട്ട് കൽപ്പരിയാരി വാക്കെടുത്ത് കാൽവയ്ക്കെത്തി ഓരോരുത്തരകത്ത് വരെ തോക്കിയെടുത്തിട്ട്. പിന്നെ എനിക്ക് പാട്ട് പാടുന്നത് തിരക്കടി. പിന്നെ ബനോള് കുറേ പോവാൻ നോക്കിയിട്ട് അപ്പം ഞാൻ വേഗം പിടിക്കുന്നുണ്ട് കേട്ടോ. ഭാഗ്യത്തോട് പറയാൻ ഞാൻ പിടിച്ചുകൊണ്ടാണ് അങ്ങനെ കളിക്കുക. പിന്നെ എനിക്ക് അവിടെ പാടുമ്പോൾ തോന്നി എനിക്കും പാടണമെന്ന്. പാടാൻ പറ്റില്ല. സീറ്റോടെ തിട്ടറ എനിക്ക് ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കട്ടപ്പോഴൊക്കെ മനസ്സിൽ പാടി തരണം. സീറ്റോടെ കുറേ പാടി ഇനി പാടണ്ട, അതപ്പം നല്ല. പിന്നെ എനിക്ക് ഞാൻ സോങ് അടിച്ചിട്ടിരുന്ന പാട്ട് പാടാൻ മൈക്ക്. അപ്പോഴാണ് ഞാൻ ഓർത്തത് മനസ്സിലാണ് ഞാൻ ഒറ്റക്ക് പറയുന്നത് കേട്ടോ. വീട്ടിൽ മൈക്കുണ്ടല്ലോ, അവിടെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന്. സോഫയിൽ ഇന്ന് സ്റ്റേജ് പോലെ ഇന്ന് പാടാമെന്ന് തോന്നി. പിന്നെ ഞങ്ങളെ ഇങ്ങനെ പാട്ടിൻ്റെ കണ്ടോണ്ടിരുന്നു. പിന്നെ സ്വത്തുന്നത് എന്തൊക്കെ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ഞാനും പാടാട്ടോ. തട്ടത്തിലെന്ന് പാടാം ഞാൻ ഒറ്റക്ക്. തട്ടത്തിൽ പിന്നെ ഞങ്ങളുടെ ബനൂള് പോയി. പിന്നെ ഞാൻ ബനൂള് പിടിച്ചിട്ടോ. അപ്പം അത് പോയില്ല. പിന്നെ ഞാൻ ബനൂളിൻ്റെ നൂല് മെന്നപ്പോൾ അതിയ കുറേ നേരം അങ്ങനെ പറ്റിച്ച് അതെൻ്റെ കൈമക്കെത്തിയിരിക്കുന്നു. ഞാൻ പറ്റിച്ച് അപ്പം സ്വത്താണ്ടൊക്കെ കാണിക്കുന്നു. കൊഞ്ചരം കാട്ടി കളിക്കുന്നു.
സത്വ മതിട്ട കൊഞ്ചല കാട്ടിയത് ഇന്ത്യയൊക്കെ നമുക്ക് കിട്ടൂലട്ട. പിന്നെ സ്വത്ത് ഇങ്ങനെ ഓടി വന്ന് ഉമ്മച്ചിനെ കെട്ടി പിന്നെ ഞാൻ സ്വത്ത് ഡാൻസ് കഴിഞ്ഞിരിക്കും. ഞാൻ ഓടി നിന്നിട്ട് പാട്ട് പാടുന്ന കേൾക്കാം. അതിൻ്റെ ഒരാളിಗೆ വാടിട്ടോ. ഞാൻ ചോദിച്ചു പിന്നെ ഞങ്ങളും ഞങ്ങളെ എന്തു ചെയ്യുക, ഐസ് തിന്നുവാട്ടെ പോവാൻ നിൽക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ ചോക്ലേറ്റ് ഐസ് വേണ്ടി പിന്നെ അമ്മച്ചിരിന്ന് ടേസ്റ്റ് ചെയ്യാൻ തരുകയും ചെയ്തു. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതെങ്ങനെ എൻ്റെത് ചോക്ലേറ്റ് ആട്ടെ, ഞാനും പറ്റിയിരുത്തത് ചോക്ലേറ്റാണ്. അല്ല ഒരു സിംഗിളൊന്നും ചോക്ലേറ്റ് കേൾക്കണ്ടേ. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാത്തതുകൊണ്ടല്ലേ, അതുകൊണ്ട് ഞാൻ കേൾച്ചിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഒന്നില്ല കേട്ടോ. പിന്നെ ആനൻ്റെ കൂടെ ഞാൻ ഫോട്ടോ എടുത്തു. ഞാൻ തൊട്ടോ തുമ്പിക്കൈകൊണ്ട് പറ്റിച്ച് അതിജീവല്ലാത്ത ആനയെന്ന് ബാക്ക്പോട്ടായിരിക്കണേ. അല്ല ബോളൊക്കെ പോകുക തോന്നിട്ട് അത് ഇളകുണ്ട്. അയ്യാ പിടിച്ചോ. ഞാൻ ബോൾ ഇട്ടിട്ട് അമ്മയില്ല ബബിൾക്കുണ്ടെങ്കിൽ അയിമ ഞാൻ ഔട്ടി. പിന്നെ ഞങ്ങൾ സത്തുവിൻ്റെ പറപ്പിച്ചതാ ആ വീട് കിട്ടാ. സത്തുവിൻ്റെ പനോട് പറപ്പിക്കും തോന്നുന്നു. ഇതെന്തായാലും ഇന്ന് പറപ്പിക്കും. ഇത് കെട്ടായി കുടുങ്ങിക്കും. ബൈ ബൈ പറഞ്ഞു കാണണ്ടപ്പോൾ ഞങ്ങളുടെ പൂവിൻ്റെ ഉള്ളിൽ കയറി അതിന് വായുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ രസത്തോട് പിന്നെ നമ്മൾ ബൈ ബൈ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ.